വെച്ചാൽ ഈ എന്താ പറയുക ദേശീയ പാർട്ടി പദവി അല്ലേ നമ്മളത് വിശദമായി ചർച്ച ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം AK ബാലൻ്റെ ആ ഒരു പ്രസംഗം വലിയ നിലയിൽ കേരളം ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. CPM-ന് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ കഴിയുക എന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അംഗബലം കൂട്ടി. ഇപ്പോൾ കോൺഗ്രസ് നോക്കി ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ദേശീയ പദവി കിട്ടിയിട്ടില്ലെങ്കിലും ഒരു സംസ്ഥാന പദവി ഉണ്ടാവും. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കേരളത്തിൽ, കർണാടകത്തിൽ ബംഗാളിൽ ഒക്കെ തന്നെയും CPM-ന് ഈ അരിവാൾ ചുറ്റി നക്ഷത്രം ഉപയോഗിക്കാൻ കഴിയും. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. മാത്രമല്ലാന്നേ ഇപ്പോൾ മൂർഷിദാബാദിലൊക്കെ തന്നെയും ഇപ്പം മുഹമ്മദ് സലീം ജയിക്കുകയും കേരളത്തിലെ AV രാഘവൻ, KK ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ MV ജയരാജൻ, അങ്ങനെ ഒരു നേതൃനിര പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് കേരളത്തിൻ്റെ മാത്രം ആവശ്യമല്ല, ഒരു ഇന്ത്യയുടെ തന്നെ ഒരാവശ്യമാണ്. കാരണം ഞാനിതിനെ ഇങ്ങനെയാണ് കാണുന്നത്. നോക്കൂ, ഇപ്പം നേരത്തെ ഉണ്ണി പറഞ്ഞ വിഷയം 2004 ഇടതുപക്ഷത്തിൻ്റെ 64 പേര് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ കോൺഗ്രസ്സിന് 2024 നമ്മൾ നിൽക്കുന്നത്, കോൺഗ്രസ് ഇന്ന് ഉണ്ടാകുമായിരുന്നോ? ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നാമാവശേഷമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. 2004 അന്ന് ഇടതുപക്ഷത്തിന് ഈ ബംഗാളിലെയും കേരളത്തിലെയും ത്രിപുരയിലെയും പൂർണ്ണ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു സർക്കാർ 2004 ഉണ്ടായത്. ഇടതുപക്ഷത്തിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗാളിൽ കൂടുതൽ സീറ്റ് അന്ന് തൃണമൂലിനാണ് കിട്ടുന്നത് വിചാരിക്കുക. ഒരു 5 വർഷം നേരത്തെ തൃണമൂൽ ശക്തി പ്രാപിക്കുന്നു, എന്നിട്ട് തൃണമൂൽ BJPയുടെ കൂടെ പോകും. തൃണമൂൽ ആ സമയത്ത് LK അദ്വാനിയെ പ്രധാനമന്ത്രിയാക്കും. അപ്പോൾ അന്ന് 2004 യഥാർത്ഥത്തിൽ UPA ഒന്ന് ഭരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ കോമൺ മിനിമം പ്രോഗ്രാമിലൂടെ അച്ചീവ് ചെയ്തിട്ടുള്ള പല നേട്ടങ്ങളുമാണ് 2009 അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവന്നത്. ഇടതുപക്ഷം ഇല്ലാതെ അധികാരത്തിലിരുന്ന 2009, 2014 കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതി സർക്കാരായിട്ട് കോൺഗ്രസിൻ്റെ UPയുടെ സർക്കാർ മാറുകയും ചെയ്തു. അതിനുശേഷമാണ് കോൺഗ്രസ് വീണ്ടും തകർന്നത്. നോക്കൂ, 89 തകർന്ന കോൺഗ്രസ് പിന്നീട് ക്ലച്ച് പിടിക്കുന്നത് ഈ പറയുന്ന 2004 2014 കാലഘട്ടമാണ്. ഈ 2014 കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദ നേഷനിൽ 300 സീറ്റിലധികം മൻമോഹൻ സിംഗ് നേടും എന്ന് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ BJP 1980 രൂപീകൃതമായതിനു ശേഷം BJP ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള കാലഘട്ടം ഏതാ ഉണ്ണി? 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടമാണ്. 84 ശരിയാണ് BJPക്ക് 2 സീറ്റുകളെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തിലാണ്. അതിനുശേഷം പഴയ ജനസംഘം BJP ഏറ്റവും മോശമായിട്ടുള്ളത്, തമ്മിൽ തല്ലി തകരാൻ ഒരുങ്ങിയ ഒരു കൂട്ടമായി മാറിയിട്ടുള്ളത് ഈ 2004 2014 കാലഘട്ടമാണ്. അദ്വാനിയുടെ ലീഡർഷിപ്പ് മൂർച്ചയില്ലാതാകുന്നു, പല നേതാക്കളും BJPയിൽ നിന്ന് വിട്ടുപോകുന്നു, ഇനി ഒരിക്കലും ഈ പാർട്ടി അധികാരത്തിൽ വരില്ല എന്നുള്ള തോന്നലുണ്ടാക്കുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിലാണ് ഈ 2009-14 കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അഴിമതി സർക്കാർ വരികയും അതിനകത്ത് നരേന്ദ്രമോദി ഒരു ചാൻസ് കാണുകയും ചെയ്യുന്നു. അതിനകത്ത് എന്തൊക്കെയുള്ളത്? പ്രമോദ് മഹാജൻ മരിച്ചു, സുഷമ സ്വരാജിനെ ഒതുക്കി, അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അദ്വാനി ഗ്രൂപ്പിലുള്ള പലരും പോയി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇപ്പോൾ AK ബാലൻ്റെ പ്രസ്താവനയിൽ കോൺഗ്രസ്സുകാർ CPM-നെ കളിയാക്കുന്നുണ്ടല്ലോ. എട്ടുകാലി അതൊക്കെയാ പറഞ്ഞത്, എലിപ്പെട്ടി, തേള്, ഒക്ടോപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നോക്കൂ, ഇന്ന് രാജ്യത്ത് 2004 സമാനമായ വിധത്തിലൊരു ലെഫ്റ്റ് ബ്ലോക്ക് ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത ലെഫ്റ്റിന് മാത്രമല്ല കോൺഗ്രസ്സിന് കൂടിയാണ്. ഒരു ദേശീയ പാർട്ടിയായിട്ട് ഒരു വലിയ ബ്ലോക്ക് ലെഫ്റ്റ് ഉണ്ടാകേണ്ടത്. കോൺഗ്രസ് അംഗങ്ങളെ നിലനിർത്താൻ കഴിയുമോ കോൺഗ്രസ്സിന്? എനിക്ക് ഉറപ്പില്ല, കോൺഗ്രസ്സിന് ഉറപ്പില്ല. കാരണം എന്ന് വെച്ചാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 303 നിന്ന് 273 ചുരുങ്ങുമ്പോൾ, അങ്ങനെ ചുരുങ്ങുകയാണെങ്കിൽ, ഇനി അഥവാ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലേക്ക് BJP പോവുകയാണെങ്കിൽ BJPക്ക് ഘടകകക്ഷികളെ വെച്ച് ഭരിക്കാനുള്ള ശേഷിയൊന്നുമില്ല. നരേന്ദ്രമോദിയുടെ BJPക്ക് ഘടകകക്ഷികൾ. പിന്നെയുള്ളത് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, മറ്റു പാർട്ടികളെ സ്പ്ലിറ്റ് ചെയ്യാൻ, ലെഫ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് നല്ലൊരു ബ്ലോക്കായി ലെഫ്റ്റ് പോവുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. Meet the editors.